യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ആവേ മരിയ. എൻ്റെ പേര് മാഗി, ഇതെൻ്റെ ഭർത്താവ് സുരേഷ്, ഇതെൻ്റെ മോൾ ആവണി. ഞാൻ ഇവിടെ ഞങ്ങൾ വരുന്നത് ഈ ആലപ്പുഴ രൂപതയിൽ തന്നെയുള്ള വാടയ്ക്കൽ ദൈവജനമാതാ ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ 2018 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് വർഷങ്ങളായിട്ട് 2003 തുടങ്ങിയ ഒരു അലർജി രോഗമായിരുന്നു. അലർജി രോഗത്തിന് ഞാൻ ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിക്കുമ്പോൾ കുറയും, മരുന്ന് ഓയിൻമെൻറ്റുകൾ തേക്കുമ്പോൾ കുറയും, പിന്നീട് വീണ്ടും വരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം ഡോക്ടറെ സ്ഥിരമായിട്ട് കണ്ടു. ലാസ്റ്റ് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി എനിക്ക് ഇതിനകത്ത് ഈ അസുഖത്തിന് തരാൻ മരുന്നില്ല, ഇത് വന്നു കഴിഞ്ഞാൽ ഇത് മാറാൻ പ്രയാസമാണ്, സ്ഥിരമായിട്ട് മാറാൻ പ്രയാസമാണ്, അതുകൊണ്ട് ഇനി മരുന്നൊന്നും ഇല്ലാത്ത അന്നതൊക്കെ തന്നെ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കുറേ നാൾ ഉപയോഗിച്ചിട്ട് ഒരു ശമനമില്ലാതെ വന്നപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നാൾ നിർത്തി വെച്ചിട്ട്, അപ്പോഴൊക്കെ ഭയങ്കര അസ്വസ്ഥതയാണ് എനിക്ക്. പുറത്ത് പറയാൻ പറ്റാത്ത സ്ഥലത്താണ് ചൊറിച്ചിൽ അത്രയ്ക്കും. അപ്പോൾ അതിൻ്റെ എന്തുമാത്രം ഞാൻ വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ ഓർക്കാൻ കൂടെ വയ്യ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്കൊരു പരിചയമുള്ള ഒരു ഹോമിയോ ഡോക്ടറുണ്ട്, ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതിന് സ്ഥിരമായി തീരുന്ന ഒരു മരുന്നില്ല, അതുകൊണ്ട് തൽക്കാലം കുറയുന്നൊരു മരുന്ന് തരാമെന്ന് പറഞ്ഞ് ഡോക്ടർ എനിക്ക് ആ മരുന്ന് തന്നു. അങ്ങനെ ഞാൻ ആ മരുന്നൊക്കെ ആയിട്ട് ഒരു 2 വർഷം ഗൾഫിൽ പോയി ജോലി ചെയ്തു. അവിടെ വെച്ച് ഞാൻ ഒരുപാട് വിഷമം സഹിച്ചതിൻ്റെ. അത് കഴിഞ്ഞാണ് ഞാൻ 2017 ലാസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോഴാണ് ഉടമ്പടി എന്നും പറഞ്ഞ് പ്രാർത്ഥന ഇവിടെ, ഞാൻ നേരത്തെ കൃപാസനത്തിൽ വരുന്നതാണ്, ഉടമ്പടി കുറിച്ച് പിന്നെ അപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഒരൊറ്റ ആഴ്ച കൊണ്ട് തന്നെ എനിക്കൊരു മരുന്നും ചെയ്യാതെ എൻ്റെ ആ അസുഖം എനിക്ക് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. ഞാൻ ഇന്നേ കാലം വരെ പിന്നീട് ആ ഓയിൻമെൻറ്റോ മരുന്നുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അടുത്തത് എൻ്റെ ഭർത്താവിന് ഒരു 5-6 വർഷമായിട്ട് തുമ്മലായിരുന്നു. തുമ്മലെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഒരു 3/4 മണിക്കൂർ നേരം കട്ടിലേ ഇരുന്ന് തന്നെ തുമ്മി, ആളിന് നടുവിന് ഒരു ഇച്ചിരി ഡിസ്കിന് ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉള്ളതാണ്. തുമ്മൽ കണ്ടാൽ വിഷമം വരും നമുക്ക്, അത്രയ്ക്ക് ഭയങ്കരമായ തുമ്മലാണ്. അങ്ങനെ ഭയങ്കരമായ തുമ്മി, ഒത്തിരി കഫവും ആകപ്പാടും ഇറിറ്റേഷനാണ് വീട്ടിൽ. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം ഞാനും എൻ്റെ മക്കളും കൂടെ എല്ലാ ദിവസവും പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മൂക്കിലും നെറ്റിക്കുമൊക്കെ തൈലം തൊട്ട് ഞങ്ങൾ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി കുറച്ച് നാൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഹസ്ബൻഡിന് സൗഖ്യം കിട്ടി. പക്ഷെ ഞങ്ങളിത് അറിയുന്നില്ല സൗഖ്യം കിട്ടിയതൊന്നും. പിന്നീടാണ് ഞങ്ങൾ ആലോചിച്ചു, അയ്യോ പഴയ പോലത്തെ തുമ്മലൊന്നും കാണുന്നില്ലല്ലോ, അങ്ങനെ ചോദിച്ചപ്പോഴാണ് എനിക്കിപ്പോൾ തുമ്മലൊന്നും ഇല്ല, മാറിപ്പോയെന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ മോൾക്ക് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ പഠിക്കാനായിട്ട് വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ, ആദ്യമായിട്ടാണ് ഞാനങ്ങനെ വെളുപ്പിനെ വിളിക്കുന്നത്. സാധാരണ ഞാനങ്ങനെ വെളുപ്പിനെയൊന്നും കൊച്ചിനെ വിളിക്കാറില്ല. നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ടിരുത്തി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ചു പറയുന്നു, കൊച്ചിന് തലയ്ക്ക് ഭയങ്കര വേദനയും കണ്ണ് കാണാത്ത ഇത് മിന്നുന്ന പോലത്തേക്ക് അവസ്ഥ എന്നൊക്കെ കൊച്ചിനോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ പഠിപ്പിക്കാൻ നിന്നില്ല, കാര്യം കൊച്ചിന് ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ എനിക്ക് ഒരു 9ാം ക്ലാസ് മുതൽ മൈഗ്രെയിൻ വന്നിട്ടുള്ള അവസ്ഥ അറിയാം. അപ്പോൾ കൊച്ചി ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വന്ന പോലത്തെ മൈഗ്രെയിൻ തന്നെയാണ് കൊച്ചിനും. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് വന്ന പോലത്തെ അസുഖം തന്നെയുള്ള കർത്താവേ എൻ്റെ കുഞ്ഞിനും വന്നത്. എനിക്ക് വന്നിട്ട് തന്നെ ഞാൻ മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല. പക്ഷെ ഞാനത് ഇതിന് മുൻപേ ഉടമ്പടിക്കൊക്കെ മുമ്പേ തന്നെ കൃപാസനത്തിൽ നാളുകളോളം വന്ന് പ്രാർത്ഥിച്ചാണ് എനിക്ക് നന്നായിട്ട് മാറിക്കിട്ടിയത്. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ മരുന്ന് കഴിച്ചാലൊന്നും മാറുന്നൊന്നും അസുഖമൊന്നും അല്ല. അപ്പം ഞാനതുകൊണ്ട് മരുന്നിനൊന്നും പോയില്ല. സ്കൂളിൽ നിന്നൊക്കെ അധ്യാപകർ പറഞ്ഞു, മോളെ പോയി മരുന്ന് വാങ്ങിക്കണം, ഡോക്ടറെ കാണണമെന്നൊക്കെ അവർ ഉപദേശിച്ചൊക്കെ വിട്ടു. പക്ഷേ ഞാൻ മരുന്നൊന്നും വാങ്ങിക്കാൻ കൊച്ചിനെ ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ല. ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി തൈലം തൊട്ട് എൻ്റെ മകളുടെ നെറ്റിക്ക് തൊട്ട് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം കൊന്ത കഴിയുമ്പോൾ തൊട്ട് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ അസുഖം മാറിക്കിട്ടി. പിന്നെ അതുപോലെ തന്നെ മോളുടെ കണ്ണിൻ്റെ പോളയ്ക്ക് ഒരു തടിപ്പ് പോലെ ചെറുതായിട്ടൊരെണ്ണം വന്നു. അപ്പോൾ അത് എൻ്റെ ഒരു കൂട്ടുകാരി ബ്യൂട്ടീഷ്യനാണ്. ആ കൊച്ചെന്നോട് പറഞ്ഞ് ഇത് ആശുപത്രിയിലൊന്നും കാണിക്കേണ്ട, ഞാനിത് ത്രെഡ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരി അത് നൂല് വെച്ചത് കളഞ്ഞത്. അന്നേരം അത് മാറി, ഒരു ചെറിയ ഒരു തുള്ളി ചോരയാണ് അവിടെ നിന്ന് വന്നത്, മാറിപ്പോവുകയും ചെയ്തു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പം ചെറിയ ചക്കത്തിരി പോലെ അവിടെ നിന്ന് ഇങ്ങനെ നീളത്തിലിങ്ങനെ കിളുത്ത് വരാൻ തുടങ്ങി. അപ്പോഴും കൊച്ചു പറഞ്ഞത് എന്തൊരു എൻ്റെ കണ്ണിൻ്റെ സൈഡിൽ കൂടെ വേറൊരെണ്ണം കിളുത്ത് വരുന്നല്ലോ എന്ന് പറഞ്ഞ് ആകപ്പാട് വിഷമമായി. അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം തൊട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇതതിൻ്റെ എൻ്റെ മുതലിങ്ങനെ കരിഞ്ഞ് ഒരാഴ്ച കൊണ്ട് അത് അങ്ങനെ ഒരു പാടോ ഒരു മറകോ നിന്നതായിട്ട് പോലും പിന്നീട് ഇന്നേ വരെ കണ്ടിട്ടില്ല. ഞങ്ങൾക്കും നടക്കാൻ വഴിയില്ലായിരുന്നു. ഞങ്ങളൊരു പുതിയ വീട് വെക്കുന്നിടത്ത് അവിടെ ഞങ്ങളൊരു ചെറിയ വഴി, നടക്കാൻ മാത്രമേ ഇല്ല, ഒരു 3/4 മീറ്റർ പോലും വീതിയില്ലാത്തൊരു വഴിയായിരുന്നു. ഞങ്ങളൊരു
അപ്പുറത്തെ പറമ്പുകാർക്ക് ഞങ്ങളുടെ സ്ഥലം കുറച്ച് കൊടുത്തിട്ട് ഞങ്ങൾക്ക് അവർ തന്ന സ്ഥലത്താണ് ഞങ്ങൾ ആ വഴി അറേഞ്ച് ചെയ്തത്. വെറുതെ ജസ്റ്റ് ഒന്ന് നടന്നു പോകാൻ മാത്രം. പക്ഷേ ഞങ്ങളുടെ ഇപ്പുറത്തെ സൈഡിലെ പറമ്പുകാരൻ ആ വഴി അയാൾക്ക് വേണമെന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. പോലീസും കോടതിയും പാർട്ടിക്കാരും ആകെ ബഹളമായി. അയാളെപ്പോഴും ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി സ്ഥലം കയ്യേറാനും കേട്ട് അയാളുടെ പരിചയ ആളുകളെയും ഗുണ്ടകളെയൊക്കെ ആയിട്ട് വന്ന് എപ്പോഴും ഞങ്ങൾക്ക് വഴക്കിന് വരുമായിരുന്നു. ഞങ്ങൾക്ക് ആ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. ചെന്നാൽ ഉടനെ ഇയാൾക്ക് ആരെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഇയാൾ ഓടിപ്പാഞ്ഞ് അവിടെ വന്ന് ഞങ്ങളെ ഒരുമാതിരി ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷേ അപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിലെപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കൃപാസന മാതാവിനോട്. എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, എത്ര വഴക്കുണ്ടായാലും എത്ര പ്രശ്നം നടന്നാലും ഇത് നിനക്ക് തന്നെ ഈ വഴി നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞ്. എന്തായാലും പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവിടെ ഞങ്ങൾ ഉപ്പ് കൊണ്ടിട്ട് പ്രാർത്ഥിച്ച്. പിന്നെ ഞാൻ എപ്പോഴും അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു അത്യാവശ്യം നടക്കാനായിട്ട് കുറച്ചുകൂടെ വീതി കിട്ടി. ഞങ്ങൾക്കിപ്പോൾ ഒരു നടവഴിയുണ്ട്. എൻ്റെ ഭർത്താവിന് അതുവഴി ബൈക്ക് ഓടിച്ചു പോകാനുള്ള ഒരു വഴിയായി. പിന്നെ 8 വർഷമായിട്ട് ഞങ്ങൾ 2011 തുടങ്ങിയ പെരപ്പണിയാണ് 8 വർഷം നീണ്ടി ഞങ്ങളുടെ വീടിൻ്റെ പണി തീരാനായിട്ട്. കൃപാസനത്തിലെ പ്രാർത്ഥനയുടെ ഉടമ്പടിയുടെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു 1.5 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് ആ വീട്ടിൽ കയറി താമസിക്കാം. ഒരുപാട് പണിയും തീർന്നില്ലെങ്കിലും താമസയോഗ്യമാക്കി തന്ന് ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ചു. ഇത്രയും ചെയ്തെന്ന ഈശോയ്ക്കും അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം എല്ലായിടത്തും കൊണ്ട് കൊടുക്കാറുണ്ട്. ജാതി മതവും നോക്കാറില്ല. ചിലർ വാങ്ങിക്കും, ചിലർ വാങ്ങിക്കത്തില്ല. എന്നാലും എനിക്കത് വാങ്ങിക്കാത്തവരോട് വിഷമമൊന്നുമില്ല. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഇവർക്ക് ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വരദാനം എനിക്ക് തരണേന്ന്. എന്തായാലും പ്രേക്ഷിത പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തികളെ രോഗികളെ കാണാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഞങ്ങളവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. എൻ്റെ ഭർത്താവും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അറിയുന്നില്ല, പറയത്തുമില്ല, ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാറില്ല, ഹസ്ബൻഡ് എന്നോടും പറയാറില്ല. ഞങ്ങളയാൾ കഴിയുന്ന വിധത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജ്ഞാനം 16:12. കർത്താവെ, മരുന്നോ ലേപനോ ഔഷധവുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഇവിടെ ബാഗ് ചേച്ചി പറഞ്ഞു, ചൊറിച്ചിലിന് ഡോക്ടർ അവസാനം പറഞ്ഞു ഇതിന് മരുന്നില്ല, ഇനി വേറെ മരുന്ന് തരാനില്ല. ഈ സമയത്ത് ഉടമ്പടിയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചൊറിച്ചിൽ പൂർണ്ണമായിട്ട് മാറിപ്പോവുകയാണ്. അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ തുമ്മൽ വർഷങ്ങളായിട്ടുള്ളതാണ്. അതും എപ്പോൾ പോയി എന്നറിയില്ല എന്നാണ് പറയുന്നത്. ഉടമ്പടി എടുത്തു, ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എപ്പോൾ അത് പോയി ഇവർ പോലും അറിയാതെ തന്നെ ഇവരുടെ അസുഖം എടുത്തു മാറ്റുകയാണ്. അതുപോലെ മൈഗ്രെയിൻ, അതിൻ്റെ ബുദ്ധിമുട്ട് ചേച്ചിക്ക് അറിയാവുന്നതാണ്. മോൾക്ക് വന്നപ്പോൾ അത് പ്രാർത്ഥിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ അമ്മ കേൾക്കുകയാണ്. നമ്മളുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി പോലെ